ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇപ്രകാരമായിരുന്നു. വരണ്ട കുളത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ ആമ്പൽ ചെടി മന്ദാരയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടുള്ള മന്ദാരയുടെ ഉന്നമനമില്ലാത്ത ജീവിതം. എന്നാൽ വിരളമായി മാത്രം പെയ്യുന്ന മഴവെള്ളത്തിന്റെ സഹായത്താൽ വാടിപ്പോകാതെ നിൽക്കുന്ന ആമ്പൽ ചെടി പ്രതിനിധീകരിക്കുന്നത് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനായി ഇടയ്ക്കിടയ്ക്ക് എത്തുന്ന ആളുകളിൽ നിന്നും കിട്ടുന്ന പാരിതോഷികങ്ങളുടെ സഹായത്താൽ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന മന്ദാരയുടെ ശോചനീയ അവസ്ഥയെയാണ്. എന്നാൽ ഒരാൾ ആ ആമ്പൽ ചെടിയെ വേരോടെ പിഴുതെടുത്ത് ദൂരെയുള്ള ഒരു താമരപ്പൊയ്കയിലേക്ക് മാറ്റുന്നതായി മന്ദാര സ്വപ്നത്തിൽ കാണുകയുണ്ടായിരുന്നല്ലോ. അത് സൂചിപ്പിക്കുന്നത് മന്ദാരയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഉന്നമനത്തെയാണ്. അത് സാധാരണമായ ഒരു ഉന്നമനമായിരുന്നില്ല, രാജകീയമായ ഒരു പരിവേഷമായിരുന്നു. സ്വപ്നവ്യാഖ്യാനത്തിൽ താമരയെയും താമരപ്പൊയ്കയെയും ഒക്കെ രാജകീയമായാണ് കണക്കാക്കുന്നത്. ആയതിനാൽ തന്നെ മന്ദാരയ്ക്ക് വരാനിരിക്കുന്നത് ഒരു വലിയ രാജ്യത്തിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള ഒരു പ്രവേശനാവസരമാണ്. അതായത് ഇനിയുള്ള കാലം മന്ദാരയ്ക്കും മകൾക്കും രാജകൊട്ടാരത്തിൽ കഴിയാമെന്നർത്ഥം. മാത്രമല്ല, ആ ആമ്പൽ ചെടി താമരപ്പൊയ്കയിൽ വ്യാപിക്കുന്നതായും മന്ദാര സ്വപ്നത്തിൽ കണ്ടിരുന്നല്ലോ. അത് അർത്ഥമാക്കുന്നത് രാജകൊട്ടാരത്തിൽ മന്ദാരയ്ക്കും തൻ്റെ വരും തലമുറകൾക്കും സ്ഥിരതാമസം നടത്താമെന്നതാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് സാധ്യമാകുക? ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണിത്. മന്ദാരയ്ക്ക് എത്ര ആലോചിച്ചിട്ടും തൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല. എന്നാലും ഒരു പ്രതീക്ഷ. കാരണം താൻ വ്യാഖ്യാനിച്ച സ്വപ്നങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല.